ഇന്ത്യയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡേഴ്സിന് ഞാൻ ഇപ്പോഴും പറയുന്നു നിർത്തേണ്ടതാണ് നല്ലത്. സീരിയസ്ലി എത്രയും വലിയ ടാക്സ് ബേഡനാണ് നമുക്ക് തന്നിരിക്കുന്ന ഗവൺമെൻറ്. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഓപ്ഷൻ ട്രേഡർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ട്രേഡ് ഡീൽ വരുമ്പം ഇത്രയും പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു 25,000 to 50,000 പ്രോഫിറ്റ് പ്രതീക്ഷിച്ചു കൊടുത്ത് ഞാൻ രാവിലെ ബുക്ക് ചെയ്തത് ഓൾമോസ്റ്റ് പ്രോഫിറ്റ്. ഇപ്പം നമ്മുടെ അപ്ഡേറ്റ്സിൽ സിൽവറിന്റെ ഗോൾഡിന്റെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ 35% ഒക്കെ സിൽവർ വീഴാണ്. ഒരു 220-230 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ സിൽവർ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ എക്സ്പയറി ഡേ ലൈവ് പോയി കഴിഞ്ഞപ്പോൾ കിറ്റെക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി ആൾക്കാർക്കുടെ മെസ്സേജസ് കിട്ടി. എല്ലാവരും ബേറിഷാക്കി ആ ഒരു ബേറിഷ് എന്ന് പറഞ്ഞ പേര് നീ സ്വന്തമായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബഡ്ജറ്റിന് ശേഷം നമ്മൾ ഒരു പോഡ്കാസ്റ്റ് കൂടി വരും എന്നുള്ളത്. അങ്ങനെ ബഡ്ജറ്റ് ഞായറാഴ്ച കഴിഞ്ഞു. അന്ന് വൈകിട്ടാണ് സുനിലൊരു ലൈവ് നടത്തിയത്. ലൈവൊക്കെ നല്ലതായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി കമൻസ് വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സുനിൽ എല്ലാവരും ബേറിഷാക്കി ആ ഒരു ബേറിഷ് എന്ന് പറഞ്ഞ പേര് നീ സ്വന്തമായിട്ട് എടുക്കണോ? ഞാൻ ബേറിഷാക്കി. ഓക്കെ, സൺഡേ ലൈവിൽ ബഡ്ജറ്റ് വന്ന അന്ന് വൈകുന്നേരമാണ്. അൾട്ടിമേറ്റ്ലി നെഗറ്റീവായിരുന്നു. മൺഡേയും എല്ലാവരും നെഗറ്റീവായിരുന്നു. അല്ല, മൺഡേ നെഗറ്റീവ് ആകുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് നെഗറ്റീവ് ആയതിനേക്കാൾ കൂടുതൽ STT കൂട്ടി എന്നുള്ളതാണ്. ഒരു രീതിയിലും ഫൈൻ, ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു രീതിയിലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല STT കൂട്ടിയത്. കാരണം പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഓപ്ഷൻ ട്രേഡർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കഞ്ഞിയിൽ കൈയിട്ട് വാരുന്ന അവസ്ഥയിലാണ് ഗവൺമെൻറ്. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? സോ അതിൻ്റെ റിയാക്ഷൻ മാർക്കറ്റ് അന്ന് തന്നെ കാണിച്ചു. പ്രത്യേകിച്ച് ആരൊന്നും പറയേണ്ട ആവശ്യമില്ല, അന്ന് തന്നെ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ കാണിച്ചു. സൺഡേ ലൈവിൽ ഞാൻ എന്താണ് പറഞ്ഞത്, ഞാൻ അന്ന് പറഞ്ഞ സമ്മറീസ് വളരെ ക്ലിയറാണ്. മാർക്കറ്റിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന് മാർക്കറ്റിനെ പരിഗണിക്കണമെങ്കിൽ മാർക്കറ്റ് 25,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷം ഓൾ ടൈം ഹൈ കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടാകൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 22,000 താഴത്തോ എത്തിയാലേ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ ഞാനൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കിറ്റെക്സിലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. സിൽവറിലും ഗോൾഡിലും ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കൂടി ഞാൻ സൺഡേ ലൈവിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ബീറിഷ് മൂമെൻറ്റത്തിലാണ് എന്നുള്ളത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും ഓവറോൾ മാർക്കറ്റ് ട്രെൻഡിലും വളരെ ക്ലിയറാണ്. ഇന്നലെ നൈറ്റ് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ട്രേഡ് ഡീല് സംഭവിക്കുകയാണ്. ട്രേഡ് ഡീല് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുകയാണ്. അതിനുശേഷം മാർക്കറ്റ് 5% ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നു, സെൽ ഓഫ് ഉണ്ടാകുന്നു. ഓൾമോസ്റ്റ് ആ ഒരു മുകളിലെ കൺസോളിഡേഷൻ റേഞ്ചിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 50-day മൂവിങ് ആവറേജിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് നോട്ടായിട്ട് തന്നെ എടുക്കാം. പക്ഷേ ഇതൊരു ബുൾ റാലിയുടെ സ്റ്റാർട്ടിംഗ് ആണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യാൻ ഇതിനെ വേണമെങ്കിൽ ഒരു ട്രിഗറായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി യഥാർത്ഥത്തിൽ ഒരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഡേ ക്യാൻഡലിൻ്റെ മുകളിൽ, അതായത് ഓൾ ടൈം ഹൈയുടെ മുകളിൽ നമുക്ക് 1-2 ദിവസം മാർക്കറ്റ് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് റാലി പരിഗണിക്കാം. ഇതാണ് മൊത്തത്തിലുള്ള ഓവറോൾ വ്യൂ. എനിക്കോട് സുനിൽ ഞായറാഴ്ച പറഞ്ഞ കാര്യം പ്യൂർലി ജസ്റ്റിഫൈ ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്, റൈറ്റ്? അല്ല, ഞായറാഴ്ച പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ജസ്റ്റിഫിക്കേഷൻ അല്ല. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ സൺഡേ മൺഡേ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ മാർക്കറ്റ് 22,000 ഞാൻ പുതിയ സ്റ്റോക്ക് ബൈ ചെയ്യത്തുള്ളൂ. മാർക്കറ്റ് 22,000 പോകാൻ സാധ്യതയുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് പുട്ട് ബൈ ചെയ്ത് ലോസ് വരുത്തിയതിന് ഞാൻ ഉത്തരവാദിത്തം പറയണം? അത്രേ ഉള്ളൂ. ഇനി ഇത് പറയുമ്പോൾ ഞാൻ ഈ ഗ്യാപ്പ് അപ്പിൽ പ്രോഫിറ്റ് എടുത്തോ ഇല്ലയോ നിങ്ങൾക്ക് കാണണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ മാർക്കറ്റ് ക്ലോസിൽ പ്രൈസ് ആക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് വരും എന്നുള്ളൊരു ഫീല് വന്നിട്ട് ഞാൻ കോള് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ഓൾമോസ്റ്റ് മന്ത്ലി 25,000 കോള് ഇന്നലെ വൈകുന്നേരം ഞാൻ ബൈ ചെയ്തതാണത്. ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറ്റിച്ചു. ഇനി അങ്ങനെ എടുക്കാം. ഇന്നലെ 3:15 ഞാൻ ഈ ബൈ ചെയ്യുന്നത്. ഞായറാഴ്ച ബെയറിഷാണ് 22,000 എത്തും എന്നൊക്കെ പറഞ്ഞ് പോയ ആള് തിങ്കളാഴ്ച കോള് ചെയ്തിരിക്കുക. എന്ത് ലോജിക്ക് സുള്ളിനകത്തുള്ളൂ? അതായത് ഞാൻ ബീറിഷാണെന്ന് പറയുന്നത് എൻ്റെ ഷോർട്ട് ടൈം വ്യൂ.
ഇൻട്രാഡേ വ്യൂ അല്ല, ഇൻട്രാഡേ വ്യൂ അല്ല. പക്ഷേ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൻ്റെ എൻഡ് കണ്ട് ആ ഒരു ബൈയിങ് പമ്പ് കണ്ട് ടെമ്പററി ആയിട്ട് മാർക്കറ്റ് 25,500 പോയി ടെസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ച് ഈ കോള് വാങ്ങിയത്. ബട്ട് സുനിൽ മൺഡേ അറിഞ്ഞിട്ടില്ല ഈ ട്രേഡ് ഡീലിനെ കുറിച്ച്. ട്രേഡ് ഡീൽ വന്നുകൊണ്ടല്ലേ ഇത്രയും പോസിറ്റീവ് ആയതും ഇത്രയും എന്തുകൊണ്ട് സുനിൽ എന്നിട്ട് കോള് ബൈ? അതായത് മൺഡേ പ്രൈസ് ആക്ഷൻ പോസിറ്റീവായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്താണ് 25,500 വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ കണ്ടപ്പോൾ ഇതൊരു ബൗൺസ് ബാക്ക് ചെയ്ത് 25,500 പോയി ടെസ്റ്റ് ചെയ്തിട്ടേ മാർക്കറ്റ് താഴെ വരുള്ളൂ എന്നാണ് ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ കണ്ട് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നലെ 3:15 ഏകദേശം ഒരു 8 ലോട്ട് 9 ലോട്ട് കോൾ ഓപ്ഷൻ മന്ത്ലി കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ഞാൻ 25,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത പ്രൈസ് ഐ തിങ്ക് 300 സംതിങ്ങിന് എന്തോ ആണ്. 25,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു, ഓവർനൈറ്റ് ഇടുന്നു, രാത്രി ട്രേഡ് ഡീൽ നടക്കുന്നു. ഇത് പ്യുവർലി ലക്ക് മാത്രമല്ല, അവിടുത്തെ പ്രൈസ് ആക്ഷൻ്റെ കൺഫർമേഷൻ കൂടി കിട്ടിയതുകൊണ്ടാണ്. ട്രേഡ് ഡീൽ വരുമെന്നും ഇത്രയും പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു 25,000 to 50,000 പ്രോഫിറ്റ് പ്രതീക്ഷിച്ചു കൊടുത്ത് ഞാൻ രാവിലെ ബുക്ക് ചെയ്തത് ഓൾമോസ്റ്റ് 2,17,000 രൂപയുടെ പ്രോഫിറ്റ്. ബഡ്ജറ്റ് 1 ലക്ഷം രൂപ. അതെ, ബഡ്ജറ്റ് തിങ്കളാഴ്ച ട്രേഡ് ചെയ്തില്ല, ക്രിക്കറ്റ് കളിക്കാൻ പോയ കാര്യം. ചൊവ്വാഴ്ച 2 ലക്ഷം രൂപയുടെ ഇല്ല, ഈ മാസം ടാർജറ്റ് കുറച്ചുകൂടി ഒക്കെ ഉണ്ട്. ഡിസംബറിൽ ട്രേഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതും കൂടി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഏറ്റവും വലിയ സുനിൽ എൻ്റെ അടുത്ത് കിറ്റക്സ് ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തു. വളരെ കുറച്ച് മാത്രമേ ഞാൻ ആഡ് ഓൺ ചെയ്തോളൂ എന്നുള്ളതാണ്. കുഴപ്പമില്ല. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അപ്ഡേറ്റ്സിൽ സിൽവറിൻ്റെ ഗോൾഡിൻ്റെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ 35% ഒക്കെ സിൽവർ വീഴാണ്. ഒരു 220-230 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ സിൽവർ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര പേരൊക്കെ എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ എക്സ്പയറി ഡേ ലൈവ് പോയി കഴിഞ്ഞപ്പോൾ കിറ്റക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി ആൾക്കാർക്കുടെ മെസ്സേജസ് കിട്ടി. ഗ്രൂപ്പിൽ ഒത്തിരി ആൾക്കാരുടെ ഓൾറെഡി സുനിൽ പറഞ്ഞായിരുന്നു BJP ലയിക്കുന്ന സ്റ്റോക്കുകൾ റാലി ചെയ്യാറുണ്ട്. മാത്രമല്ല നമ്മുടെ യൂട്യൂബിൻ്റെ പ്രീമിയം മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ കൃത്യമായിട്ട് ലെവൽസ് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് അത് കാണിച്ചു തരാം, ആ മെസ്സേജ് കൃത്യമായിട്ട് കാണിച്ചു തരാം. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ മൺഡേ അല്ലെങ്കിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ വളരെ വിഷമത്തിലാക്കിയ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഞായറാഴ്ച മാത്രം അതിൻ്റെ വിഷമം തീരില്ലാന്നേ. STT കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇന്ത്യയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡേഴ്സിന് ഞാൻ ഇപ്പോഴും പറയുന്നു നിർത്തേണ്ടതാണ് നല്ലത്. സീരിയസ്ലി എത്രയും വലിയ ടാക്സ് ബേഡനാണ് നമുക്ക് തന്നിരിക്കുന്ന ഗവൺമെൻറ്. ഇത് ഒരിക്കലും ജസ്റ്റിഫയബിൾ അല്ല. ഇനി എന്തൊക്കെ ട്രേഡ് ഡീൽ നടന്ന് മാർക്കറ്റ് ബുള്ളിഷായെന്ന് പറഞ്ഞാലും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തോ, ഇറ്റ്സ് വെരി ഗുഡ്. സ്വിങ് ചെയ്തോ. ഇനി എങ്ങനെ ഓപ്ഷൻസിൽ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യും? ഒരു സ്കാൽപ്പിംഗ് മോഡിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആൽഗോ ട്രേഡ് ചെയ്യുകയാണ്, അവരുടെയൊക്കെ പ്രോഫിറ്റിൽ ഇയർലി 2-3% കുറവാണ് വരിക. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിർമ്മലാജി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് അവർ സ്പെക്കുലേഷനെ മാത്രമേ തൊട്ടിട്ടുള്ളൂ. ഫ്യൂച്ചറും ഓപ്ഷൻസും സ്പെക്കുലേഷൻ ആണെന്നാണ്. ഫ്യൂച്ചറും ഓപ്ഷൻസും സ്പെക്കുലേഷനാണ്, ഡൗട്ടില്ല ഒരു കുറേയൊക്കെ. പക്ഷേ എല്ലാ ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡേഴ്സും സ്പെക്കുലേറ്റീവ്സ് ആണെന്ന് പറയരുത്. ഹെഡ്ജിന് വേണ്ടിയിട്ടും പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാനൊക്കെ ആയിട്ട് ഓപ്ഷൻസ് എടുക്കുന്നവരില്ലേ, ഇവർക്കും ഈ പണി കൊടുത്തില്ലേ? അപ്പോൾ ഇത് ഏത് രീതിയിൽ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും ഗവൺമെൻറ്? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഞായറാഴ്ച പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. ട്രേഡേഴ്സിന് വേണ്ടി ഇവിടെ ഒരു സംഘടന ഉണ്ടാകണം. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായാൽ മാത്രമേ ഗവൺമെൻറ് പേടിക്കത്തുള്ളൂ എന്നാണ് ഞാൻ പറയും. അപ്പോൾ ഈ ഓപ്ഷൻ നിർത്താനാണ് പറയുന്നത്. ഇന്ത്യയിൽ ഓപ്ഷൻസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല. കാരണം ദുബായിൽ പോയിട്ട് US ഓപ്ഷൻസിൽ ട്രൈ ഔട്ട് ചെയ്യണം. ഇതിൽ കൂടുതൽ റിട്ടേൺസും ഇതിൽ കൂടുതൽ ബെനിഫിറ്റ്സും ഒക്കെ അവിടെ ഉണ്ട്, ഉറപ്പാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം ഫെബ്രുവരി 22 ട്രേഡ് ടോക്സിൻ്റെ ട്രേഡേഴ്സ് സബ്മിറ്റ് ഓൾ കേരള ഇവൻറ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡേഴ്സിൻ്റെ മീറ്റപ്പ് ഫെബ്രുവരി 22 ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് ടിക്കറ്റ്സ് എടുത്തിട്ട് ഇവൻറ്റിന് വരിക. അവിടെ നമ്മളൊരു സ്പെഷ്യൽ സെഷൻ തന്നെ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി അല്ല, ബഡ്ജറ്റിന് വേണ്ടിയിട്ടല്ല, എങ്ങനെ ദുബായ് പോയി സെറ്റിൽ ചെയ്ത് US ഓപ്ഷൻസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ സെഷൻ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മോദിയും ട്രംപും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. നീ ബഡ്ജറ്റിൽ മാർക്കറ്റ് പൊട്ടിച്ചോ, ചൊവ്വാഴ്ച ഞാനെല്ലാം സെറ്റാക്കി തരാം.
അപ്പോൾ ഞാനിവിടെ പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ ട്രംപ് എന്തെങ്കിലും പറഞ്ഞ് IT സെക്ടർ കയറ്റി നിഫ്റ്റി കുറച്ചെങ്കിലും കയറുമായിരിക്കും എന്ന് ഞാൻ മൺഡേ ഇവിടെ നമ്മുടെ ഫ്ലോറിൽ പറയുകയും ചെയ്തു. പക്ഷെ അതുപോലെ തന്നെ ട്രംപ് ആ ഒരു നിധി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു കാര്യം ഒളിപ്പിച്ച് വെച്ച് പൊട്ടിച്ചെന്നുള്ളതാണ്. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി കഴിഞ്ഞ ആഴ്ച ഇപ്പം ഞാൻ വിജയ് ഗേഡിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ വിജയ് ഗേഡിയും പറയുന്നത് ഇതൊരു ബുൾ റാലിയുടെ തുടക്കമല്ല എന്നുള്ളത് തന്നെയാണ് വിജയ് ഗേഡിയുടെ. പുള്ളി പാട്ട് പാടിയാണല്ലോ പറയുന്നത്. അപ്പോൾ വിജയ് ഗേഡിയുടെ പാട്ടിൽ പുള്ളി പറയുന്നത് ഇതൊരു ബുൾ റാലിയുടെ തുടക്കമാണെന്ന് വിചാരിക്കരുത് എന്ന് തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറിഷ് ആണെന്നല്ല ഞാൻ പറയുന്നത്. 25,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീഴാൻ സാധ്യത കുറവാണ്. 25,500 ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ മാർക്കറ്റിൻ്റെ ബീറിഷ്നെസ് ഒറ്റ ദിവസം കൊണ്ട് മാറിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് അത്രയ്ക്ക് ഹൈ ആണ്. അതാണ് ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് കാണിക്കുന്നത്. നമ്മൾ ട്രേഡ് ഡീലിൽ ഏതൊക്കെ സെക്ടറുകളിൽ ഇനി നമ്മൾ ട്രേഡ് ഡീൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്ന സെക്ടർ ഏതാണ്? അൾട്ടിമേറ്റ്ലി അത് നമ്മുടെ ഈ പറഞ്ഞ IT, ഫാർമ, അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിങ്സ്, കിറ്റെക്സ് ഒക്കെ അതും എഫക്റ്റ് ചെയ്യല്ലേ? കിറ്റെക്സിന് വേണ്ടിയിട്ടാണോ ഇനി താരിഫ് കുറച്ചിരിക്കുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അന്ന് കിറ്റെക്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ സിൽവിക്ക് ഓർമ്മയുണ്ടാവും. ഈ 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ട്രേഡ് ഡീൽ എന്തായാലും ഉണ്ടാവും. അല്ലെ, ട്രംപ് കുറച്ചാളെ ഇനി മാറ്റി പറയൂ മാർക്കറ്റ് മോളിൽ ചെന്ന് നിൽക്കുമ്പോൾ? ഇല്ല, അങ്ങനെ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ട്രേഡ് ഡീൽ നടക്കും എന്ന് ഉറപ്പിലാണ് കിറ്റെക്സ് തന്നെ ഞാൻ പറയാനുള്ള കാരണം. ഇപ്പോൾ കിറ്റെക്സിന് 3 പോസിറ്റിവിറ്റിയാണ് വന്നത്. ഒന്ന്, യൂറോപ്യൻ യൂണിയനായിട്ടുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ യൂറോപ്പിലോട്ട് ഇന്ത്യക്ക് ഇനി ഇത്തരത്തിലുള്ള ഡ്രസ്സ് കാര്യങ്ങൾ കുറവ് ടാക്സിൽ കയറ്റി അയക്കാൻ പറ്റും, കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റും. 2, US-ൻ്റെ ട്രേഡ് ഡീൽ ഓക്കെ ആവുന്നു. അപ്പോൾ പഴയ പോലെ തന്നെ US-ലെ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. 3, BJP-യുമായിട്ടുള്ള അന്തർധാര. ഇത് 3ഉം കൂടി കിറ്റെക്സിൽ ഇപ്പോൾ പോസിറ്റീവാണ്. ഇന്ന് അപ്പർ സർക്യൂട്ടാണ്. മിക്കവാറും 90% കേസിലും അടുത്ത ദിവസം അപ്പർ സർക്യൂട്ടായിരിക്കും. ബൈ ചെയ്യാൻ പോലും കിട്ടില്ല. ഞാൻ സിൽബിയുടെ അടുത്ത് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്രയും കോൺഫിഡൻസിൽ പറയാനുള്ള റീസണും അതായത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ വേറെ സ്റ്റോക്ക് കണ്ടുപിടിച്ചു. എൻ്റെ ഉണ്ട് ക്വാണ്ടിറ്റി കുറവാണെന്നേ ഉള്ളൂ. വളരെ അന്നും പറഞ്ഞപ്പോൾ മേടിക്കണമായിരുന്നു. ഞാൻ മേടിച്ചു, ക്വാണ്ടിറ്റി കുറവാണെന്നേ ഉള്ളൂ. വേണ്ട, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ടല്ലോ, ദാറ്റ്സ് ഫൈൻ. കാരണം കറക്റ്റ് സമയത്താണ് സിള്ള റീലിട്ടെന്നോളല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട സെക്ടർ എന്ന് പറയുന്നത് IT, ഫാർമ സെക്ടറാണ്. എനിക്കൊണ്ട് ഫാർമയിലൊക്കെ കുറേ സ്റ്റോക്സ് ഒക്കെ എനിക്കൊണ്ട് അക്യൂട്ടാസ് കെമിക്കൽസ്, മാർക്കസ് ഫാർമ, എല്ലാ സ്റ്റോക്കും അപ്പോഴല്ലോ 20, 10, 6 എന്താ പറയുക. എൻ്റെ പോർട്ട്ഫോളിയോ കണ്ട് ഞാൻ ഇനി കിളി പോയിരിക്കുകയാണ്. എന്തായത് ഇന്ന് വരെ എനിക്ക് ഇത്രയും ലോസ് ഞാൻ ഇത്രയും കണ്ടിട്ടുണ്ട് പോർട്ട്ഫോളിയോ. പ്രോഫിറ്റ് കാരണം ഇത്രയും ഗ്യാപ്പ് അപ്പ് ഉണ്ടാവണമെങ്കിലും ഈ സ്റ്റോക്കിലെ എല്ലാ പൊസിഷൻസ് അങ്ങനെ കാണിക്കാറില്ല എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ. ഇപ്പോൾ ഈ മാർക്കസ് ഫാർമയുടെ കേസിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്നത് മാർക്കസ് ഫാർമയിലാണ്. കാരണം ഞാൻ സൈറസിന് വേണ്ടിയിട്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത സ്റ്റോക്സ് അല്ല, ലോങ് ടൈം ആയതുകൊണ്ട് അത് ലോങ് ടൈമിലായിട്ടാണ് ഞാൻ ബൈ ചെയ്തത്. മാർക്കസ് ഫാർമ നമ്മൾ ഒക്ടോബറിലാണ് മേടിക്കുന്നത്. ഓക്കെ, അന്ന് കുറച്ച് ഹൈ ആയിരുന്നു, എൻ്റെ അത് ഡൗട്ടൊന്നുമില്ല. ഫൈൻ. ഇതിനുശേഷം സ്റ്റോക്ക് താഴത്തോട്ട് വന്നു. ഇപ്പോൾ 2000 താഴെ പോയോ? ഇല്ലില്ല. മാർക്കസ് ഫാർമയുടെ അന്നത്തെ പ്രൈസ് 200 സംതിങ് ആണ്. 200-300 സംതിങ്ങിൽ നിന്ന് 150, 250 150 വരെ എത്തി. സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ഇന്ന് ഒറ്റയടിക്ക് 180 എത്തി. ഞാൻ ഹോൾഡ് ചെയ്യുകയാണ് ആ സ്റ്റോക്ക്. കാരണം എനിക്ക് അതിൻ്റെ നല്ല പ്രതീക്ഷയുള്ള സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്കൊക്കെ തിരിച്ച് കയറിപ്പോവും. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊന്നും അല്ല ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മീഡിയം ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഡെയിലി ടൈം ഫ്രെയിം വെച്ച് ഫണ്ടമെൻ്റലി കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സുകളാണ്. ഈ ട്രേഡ് ഡീൽ വന്നതോടുകൂടി നമുക്ക് ടെക്സ്റ്റൈലിൽ ഒത്തിരി ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ടെക്സ്റ്റൈൽ സെക്ടറിൽ തന്നെ ഒരു ബൂം ചിലപ്പോൾ നടന്നേക്കാം. കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയി ഫണ്ടമെൻ്റൽ ന്യൂസുകൾ വന്നതുകൊണ്ട് മാത്രമല്ല, അതിന് ഇമ്പോർട്ടൻറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ വരണം. ബഡ്ജറ്റ്, ട്രേഡ് ഡീൽ, ട്രംപിൻ്റെ അട്ടഹാസങ്ങൾ വരുന്നാൽ മാത്രമേ മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇത് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ ട്രംപിന് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇളക്കി വിടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടിന്യൂസ്ലി ഇത്തരത്തിലുള്ള വലിയ വലിയ മൂവ്മെൻറ്റ്സും എങ്ങോട്ടെങ്കിലുമൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇനിയും ചിലപ്പോൾ വന്നേക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അൾട്ടിമേറ്റ്ലി ഓപ്ഷൻ സെല്ലേഴ്സിന് ഏറ്റവും ബാഡ് അടിച്ച ഒരു മാർക്കറ്റ് കൂടിയാണിത്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഇനി നോക്കാം, അല്ലേ, വരും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും. ഇത് ഓൾ ടൈം ഹൈയിലെത്തി, ഇവിടെ നിന്ന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യോ? അതെ,
എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.